ഉത്തര കേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒന്നാണ് അനുഷ്ഠാന കർമ്മമായ തെയ്യം. പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് കളിയാട്ടം എന്നും പഴയങ്ങാടി മുതൽ വളപട്ടണം വരെ തെയ്യം എന്നും അല്പവ്യത്യാസങ്ങളോടെ തെയ്യം അറിയപ്പെടുന്നു. കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളായ വടകര, കൊയിലാണ്ടി എന്നീ പ്രദേശങ്ങളിൽ തിറ എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടം എന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലം എന്നും അറിയപ്പെടുന്നു. ദേവാരാധന നിറഞ്ഞ തെയ്യം അനുഷ്ഠാനത്തിൽ മന്ത്രപരമായ അനുഷ്ഠാനം, തന്ത്രപരമായ അനുഷ്ഠാനം, കർമ്മപരമായ അനുഷ്ഠാനം, വ്രതപരമായ അനുഷ്ഠാനം എന്നിവ ഇടകലർന്നു കാണുന്നു. പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്നു. ഏതാണ്ട് 500ഓളം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും 120ഓളം തെയ്യങ്ങളാണ് സാധാരണമായിട്ടുള്ളത്. തെയ്യം ആചാരങ്ങൾ തീയ്യർ, മലയർ, വണ്ണാൻ മുതലായ വിവിധ ജാതികൾ നടത്തുന്നു. തീയ്യർ കുലകലശം സമർപ്പണത്തിനായുള്ള ഉത്തരവാദിത്തം വഹിക്കുന്നു. മലയർ, വണ്ണാൻ സമുദായങ്ങൾ തെയ്യത്തിൻ്റെ അവതരണത്തിനും ചടങ്ങുകൾക്കുമാണ് ഉത്തരവാദികൾ. തെയ്യം അവതരിപ്പിക്കേണ്ടതുണ്ടോയെന്ന് തീരുമാനിക്കാൻ തീയ്യർ സമുദായത്തിന് പാരമ്പര്യമായ അധികാരമുണ്ട്. ബ്രാഹ്മണാചാരങ്ങളിലേക്ക് ചേർന്നു വേദബ്രാഹ്മണർക്കായി സേവനത്തിനു കയറിയ ജാതികൾ തങ്ങളുടെ കുലവും കുലാചാരവും ഉപേക്ഷിച്ചതിനാൽ തെയ്യത്തിൽ ഇവർക്ക് പാരമ്പര്യമായി പങ്കില്ല. ഈ ജാതികളുടെ സ്ത്രീകൾക്ക് തെയ്യത്തിൻ്റെ ദൈവസ്ഥാനത്തിൽ മുഖപ്രവേശനം അനുമതിയില്ല. പകരം അവർ പിൻവശം വഴി പ്രവേശിക്കേണ്ടതാണ്. വൃക്ഷാരാധന, പർവ്വതാരാധന, അമ്മദേവാരാധന, പ്രേതാരാധന, ശൈവ വൈഷ്ണവാരാധന എന്നിങ്ങനെ പല ആരാധനാ രീതികളുടെയും സമന്വയമാണ് തെയ്യം. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിൻ്റെ ഉൽപ്പത്തി എന്നാണ് ഡോക്ടർ ഹെർമൻ കൊണ്ടട്ട് പറയുന്നത്. തമിഴിൽ ദൈവം എന്ന രൂപമാണ് ദൈവശബ്ദത്തിന് സമമായി കാണപ്പെടുന്നത്. തെയ്യത്തിൻ്റെ ആട്ടമാണ് തെയ്യാട്ടം. അത് തെയ്യത്തിൻ്റെ ആട്ടമോ തീ കൊണ്ടുള്ള ആട്ടമോ ആകാമെന്ന് ചേലനാട്ട് അച്യുതമേനോൻ പറയുന്നു. പ്രാചീനകാലത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു നാടൻ കലകൾ. ആചാരാനുഷ്ഠാനം, ആരാധന എന്നിവയുമായി ബന്ധപ്പെട്ട് ഉണ്ടായവയാണ് അവയിൽ ഏറിയകൂറും. സമൂഹത്തിൻ്റെ ഐക്യത്തെ ദൃഢീകരിക്കാനും വ്യക്തിവികാരങ്ങളുടെ സ്ഥാനത്ത് സമൂഹവികാരത്തെ പ്രതിഷ്ഠിക്കുവാനും നാടൻ കലകൾക്ക് കഴിഞ്ഞു. പല നാടൻ കലകളും അടിച്ചമർത്തപ്പെട്ട അധസ്ഥിതൻ്റെ ആത്മപ്രകാശനത്തിനുള്ള ഉപാധികളായി മാറ്റപ്പെട്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കേ മലബാറിൻ്റെ തനതു കലാരൂപമാണ് തെയ്യം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിലും തീയ്യർ, നമ്പ്യാർ, നായർ, വാണിയർ, മണിയാണി എന്നീ വിഭാഗക്കാരുടെ കാവുകളിലോ തറവാടുകളിലോ ആണ് പ്രധാനമായും ഈ അനുഷ്ഠാന കല കെട്ടിയാടുന്നത്. വൈദികേതരമായ അനുഷ്ഠാനചാരികളുടെ ദൈവപ്രീതിക്ക് വേണ്ടി അധസ്ഥിതിക സമുദായക്കാർ നടത്തുന്ന നൃത്തമാണ് തെയ്യം. ദൈവം എന്നതിൻ്റെ വാമൊഴി രൂപമാണ് തെയ്യം. ഓരോ സമുദായത്തിനും നിശ്ചിത തെയ്യക്കോലങ്ങൾ കെട്ടിയാടാനുള്ള അവകാശം തമ്പുരാൻ നൽകിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. സങ്കീർണവും മനോഹരവുമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള രക്തവർണ്ണാങ്കിതമായ ആടയാഭരണങ്ങളും ചെണ്ട, ചേങ്ങില, ഇലത്താളം, കറുങ്കുഴൽ, തകിൽ തുടങ്ങിയ വാദ്യമേളങ്ങളും ലാസ്യതാണ്ഡവ നൃത്താദികളും സമൂഹമായി സമ്മേളിക്കുന്ന തെയ്യം വിശ്വാസത്തോടൊപ്പം കലാസ്വാദന ചാതുര്യവും ഉണർത്തുന്ന അപൂർവമായ ഒരു കലാരൂപമാണ്. വർഷങ്ങൾ നീളുന്ന പരിശീലനത്തിലൂടെ മാത്രമേ ഒരാൾക്ക് നല്ല തെയ്യക്കാരനാകാൻ കഴിയുകയുള്ളൂ. തെയ്യത്തെ തോറ്റിച്ച് ഉണർത്തുന്ന പാട്ടാണ് തോറ്റംപാട്ട്. പ്രത്യേക കാലങ്ങളിൽ സമൂഹ ജീവിതത്തെ സമർത്ഥമായി പ്രതിഫലിപ്പിക്കുന്ന സാഹിത്യരൂപം കൂടിയാണ് തോറ്റംപാട്ടുകൾ. തോറ്റം പാടുന്ന ഇളംകോലത്തിനും തോറ്റം എന്ന് പറയും. ചില തെയ്യങ്ങൾക്ക് തലേന്നാൾ വെള്ളാട്ടമാണ് കെട്ടിയാടുന്നത്. നൃത്തമാടുന്ന ദേവതകൾ, ക്ഷേത്രം, വിഗ്രഹം, വിളക്ക് എന്നിവയിൽ ദൈവികതയെ ഒതുക്കി നിർത്താതെ ദൈവങ്ങൾക്ക് തങ്ങളുടേതായ ദൃഷ്ടികോണുകളിൽ രൂപവും ഭാവവും നൽകി അതിന് അനുയോജ്യമായ അനുഷ്ഠാന പിൻബലം നൽകി തെയ്യം എന്ന ഇങ്ങനെയൊരു ഉപാസന രീതിയെ മാനവരാശിക്ക് സമ്മാനിച്ച നമ്മുടെ പിതാമഹന്മാരുടെ ആവിഷ്കരണ ബോധത്തെ നാം അത്ഭുതത്തോടെയും അസൂയയോടെയും കാണേണ്ടിയിരിക്കുന്നു. അത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ തെയ്യങ്ങളെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മഞ്ജുളമായൊരു മുഖശ്രീയോടെ വർണ്ണമനോഹരമാ മെയ്യലങ്കാരത്തോടെ മൂർധാവിൽ മുടിയണിഞ്ഞു തറവാട്ടുമുറ്റത്ത് തെയ്യക്കോലങ്ങളാടുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്ര മനോഹരമായിരുന്നോ നമ്മുടെ ദേവീദേവന്മാരെന്ന് ഏവരും ചിന്തിച്ചു പോകും. ഭാരതീയ നാഗരികതയുടെ വളർച്ച എന്ന പുസ്തകത്തിൽ ബ്രിഡ്ജറ്റും
റെയ്മണ്ട് അൽജനിനും പറയുന്നത് നവീന ശിലായുഗത്തിലെയും ചെമ്പുയുഗത്തിലെയും സംസ്കാരങ്ങളുടെ സമയത്ത് തന്നെ ഉണ്ടായി വന്ന സംസ്കാരത്തിൽ നിന്ന് കാര്യമായ ഒരു വ്യത്യാസവും ഇന്നും ഇവിടത്തെ ആചാരങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെന്നാണ്. തികച്ചും ദ്രാവിഡമാണ് തെയ്യം എന്നതും ഇത് ആര്യന്മാരായ ബ്രാഹ്മണർക്ക് മുന്നേ നിലനിന്നിരുന്ന ആചാരമാണ് എന്നതിന് തെളിവാണ്. എങ്കിലും ഈ ആചാരം ബ്രാഹ്മണരുടെ കയ്യിൽ അകപ്പെട്ടു പോയില്ല. മറ്റ് കലകൾ എന്ന പോലെ ഇതിനും ചര്യകൾ ആവശ്യമാണ് എന്നതിലാവാം ഇത്. മാത്രവുമല്ല, ഒരു പ്രത്യേക വർഗ്ഗക്കാരാണ് തെയ്യം അണിഞ്ഞിരുന്നത്. ഉത്തര മലബാറിൽ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കുന്നത് തുലാം 10-ന് കൊളച്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ തെയ്യത്തിൻ്റെ വരവോടുകൂടിയാണ്. തെയ്യക്കാലം ഇവിടെ ആരംഭിക്കുന്നു. ഓരോ തെയ്യത്തിൻ്റെയും തുടക്കത്തിന് പിന്നിൽ അതതു ദേശവും കാലവും അനുസരിച്ച് വ്യത്യസ്ത ഐതിഹ്യങ്ങളുണ്ട്. ഇന്ത്യയിലെ പ്രാദേശിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബ്രാഹ്മണ മേധാവിത്വമുള്ള ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആദിശങ്കരാചാര്യരുടെ കാലം തൊട്ട് നടന്നിട്ടുണ്ട്. തെയ്യങ്ങളുടെ പിന്നിലും ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ട ഏക ഐതിഹ്യമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. ബ്രാഹ്മണർ അധികമായും കാണപ്പെട്ടിരുന്ന കോലത്തുനാട്ടിലെ പയ്യന്നൂരും പെരിഞ്ചല്ലൂരും അമ്പലങ്ങൾ ധാരാളമായി ഉണ്ടായത് തെയ്യങ്ങളുടെയും മറ്റ് അനുബന്ധ കലകളുടെയും പ്രചാരത്തിന് കാരണമായി. കേരളോൽപ്പത്തി പ്രകാരം പരശുരാമനാണ് കളിയാട്ടം, പുറംവേല, ദേവിയാട്ടം എന്നിവ സൃഷ്ടിച്ചെടുത്തതെന്ന് ഐതിഹ്യം. അദ്ദേഹം തെയ്യം കെട്ടാനുള്ള അനുവാദം പാണൻ, വേലൻ, വണ്ണാൻ എന്നീ ജാതികൾക്ക് കൽപ്പിച്ചു കൊടുത്തു. ബ്രാഹ്മണന്മാരുടെ മേൽനോട്ടത്തിൽ ഈ ജാതിക്കാർ തെയ്യം രൂപപ്പെടുത്തുകയും വളർത്തിയെടുക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തു. വളരെ നാൾ കൊണ്ട് സാമൂഹികമായ മാറ്റങ്ങൾ പലതും ഉണ്ടാക്കുകയും അമ്പലങ്ങൾ മേൽജാതിക്കാരുടെ കൈവശമാവുകയും തെയ്യം താഴ്ന്ന ജാതിക്കാരിൽ മാത്രം നിക്ഷിപ്തമാവുകയും ചെയ്തു. ജാതി വ്യവസ്ഥയ്ക്ക് കാര്യമായ മാറ്റങ്ങൾ ഒരിക്കലും ഉണ്ടാവാതിരുന്നതിനാൽ ഈ ജാതികൾ തമ്മിൽ യാതൊരു സംഘർഷവും നാളിതുവരെ തെയ്യത്തിൻ്റെ പേരിലുണ്ടായില്ല. എന്നാൽ തെയ്യങ്ങളിലും അതിൻ്റെ ഐതിഹ്യങ്ങളിലും വൻതോതിൽ ആര്യവൽക്കരണം നടന്നിട്ടുണ്ട്. കൂടാതെ കാവുകളുടെ പേരിൽ പോലും ഇന്ന് ക്ഷേത്രവൽക്കരണം നടന്നിരിക്കുന്നു. തെയ്യത്തിൽ കാണുന്ന മാപ്പിളച്ചാമുണ്ടി, മുക്കുതെയ്യം, മാലിത്തെയ്യം, ഉമ്മച്ചിത്തെയ്യം മുതലായ മാപ്പിളത്തെയ്യങ്ങൾ മലബാറിൻ്റെ സാമൂഹിക നിശബ്ദതയ്ക്ക് ഉത്തമോദാഹരണമാണ്. നാങ്കളെ കൊത്തിയാലും ഒന്നല്ല ചോര, നീങ്കളെ കൊത്തിയാലും ഒന്നല്ല ചോര എന്ന് ചോദിക്കുന്ന പൊട്ടൻ തെയ്യവും തെളിയിക്കുന്നതും മറ്റൊന്നല്ല. ജന്മിമാരുടെ ആജ്ഞാപ്രകാരം ആജ്ഞാനുവർത്തികളാൽ കൊല ചെയ്യപ്പെട്ട താണജാതിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ ജീവിതവും തെയ്യക്കോലങ്ങൾക്ക് ആധാരമാക്കാറുണ്ട്. തുലാം മാസത്തിൽ 10-ാം തീയതി കൊളച്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ ക്ഷേത്രം, നീലേശ്വരം മഞ്ഞൂറ്റമ്പലം, വീരൻകാവ് എന്നിവിടങ്ങളിലെ കളിയാട്ടത്തോടെയാണ് വടക്കേ മലബാറിലെ തെയ്യക്കാലം തുടങ്ങുന്നത്. ഇടവപ്പാതിയിൽ വളവട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തെയ്യം, നീലേശ്വരം മന്നമ്പുറത്ത് കാവിൽ കലശം എന്നിവയോടെ കളിയാട്ടക്കാലം അവസാനിക്കും. കോലത്തിരി രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് മണക്കാടൻ ഗുരുക്കൾ ഒറ്റ ദിവസം തന്നെ 39 തെയ്യങ്ങളെ കെട്ടിയെന്നു ഐതിഹ്യമുണ്ട്. മണക്കാടൻ ഗുരുക്കളാണ് തെയ്യത്തിന് രൂപവും ഭാവവും നൽകിയത്. കാവുകളിലോ സ്ഥാപനങ്ങളിലോ തറവാടുകളിലോ നിശ്ചിത കാലത്ത് നടത്തിവരുന്ന തെയ്യാട്ടത്തിന് പൊതുവെ കളിയാട്ടം എന്നാണ് പറയുന്നത്. കഴകങ്ങളിലും കാവുകളിലും ചില പ്രമുഖ തറവാടുകളിലും ആണ്ടുതോറും തെയ്യാട്ടം നടത്തുന്നതിന് സ്ഥിരമായി മാസവും തീയതിയും നിശ്ചയിച്ചിരിക്കും. ഇത്തരം കളിയാട്ടോത്സവങ്ങളെ കൽപ്പനാ കളിയാട്ടം എന്ന് പറയും. എന്നാൽ പ്രമുഖങ്ങളായ ചില കഴകങ്ങളിലും കാവുകളിലും വർഷം തോറും കളിയാട്ടം പതിവില്ല. 10, 15, 25 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് അവിടങ്ങളിൽ കളിയാട്ടം നടത്തുന്നത്. ആർഭാടപൂർവ്വം നടത്തപ്പെടുന്ന അത്തരം കളിയാട്ടങ്ങളെ പെരുങ്കളിയാട്ടം എന്നാണ് പറയുന്നത്. സാധാരണ തെയ്യാട്ടത്തിനോ കളിയാട്ടത്തിനോ ഉള്ളതിനേക്കാൾ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും പെരുങ്കളിയാട്ടത്തിനുണ്ട്. ചിലയിടങ്ങളിൽ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അന്നം മുട്ടുന്ന പതിവുമുണ്ട്. കളിയാട്ടത്തിലെ ദേവതമാരിൽ നല്ലൊരു ഭാഗം കാളിയുടെ സങ്കല്പഭേദങ്ങളോ ആണെന്നതിൽ പക്ഷാന്തരമില്ല. അതിനാൽ കാളിയാട്ടമാണ് കളിയാട്ടമായതെന്ന് ചിലർ കരുതുന്നു. കളിയും ആട്ടവും ഇതിലുള്ളതിനാലാണ് കളിയാട്ടമായതെന്ന് മറ്റൊരു പക്ഷം. എന്നാൽ കേരളോൽപ്പത്തി എന്ന ഗ്രന്ഥത്തിൽ തീയാട്ട്, ഭരണിവേല, പൂരവേല തുടങ്ങി കാവുകളിലെ അടിയന്തരങ്ങളുടെ ശൃംഖലയിലാണ് കളിയാട്ടത്തെയും പെടുത്തിയിരിക്കുന്നത്. കളിയാട്ടത്തിൻ്റെ അരങ്ങിൽ എല്ലാ തെയ്യങ്ങൾക്കും പ്രവേശനമില്ല. കാവുകളിലോ കഴകങ്ങളിലോ സ്ഥാനങ്ങളിലോ തറവാടുകളിലോ വച്ച് നടത്താറുള്ളതിനെ മാത്രമേ കളിയാട്ടം എന്ന് പറയാറുള്ളൂ.
നമ്പ്യാർ, വാണിയർ, മണിയാണി, തീയർ വിഭാഗക്കാരുടെ കാവ്, കോട്ടം, കഴകം, സ്ഥാനം, അറപ്പള്ളിയറ, മുണ്ടിയ തുടങ്ങിയവയാണ് തെയ്യങ്ങളെ കെട്ടിയാടിക്കുന്ന മുഖ്യസ്ഥാനങ്ങൾ. ആദ്യ സങ്കേതങ്ങൾ വൃക്ഷമൂലങ്ങളായിരുന്നിരിക്കാം. ചാല, പാല, ചമ്പകം, ആല്, ഇലഞ്ഞി തുടങ്ങിയ വൃക്ഷങ്ങൾ ഇന്നും തെയ്യങ്ങളുടെ സങ്കേതങ്ങളായി ഉണ്ട്. കാവുകളുടെ ഉൽപ്പത്തി വൃക്ഷാരോധനയിൽ നിന്നാകാം. ദേവതാ സങ്കേതങ്ങളായ കാവുകളിൽ കൽപ്പീഠമോ കൽത്തറയോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ചിലയിടങ്ങളിൽ പള്ളിയറ, അതായത് ശ്രീകോവിൽ പണിതിട്ടുണ്ടായിരിക്കും. ദുർലഭം ചിലവ ചുറ്റമ്പലവും മറ്റുള്ള ക്ഷേത്രങ്ങളായി രൂപാന്തരപ്പെട്ട് കാണാം. കാവുകളിൽ മിക്കതും ഭഗവതി കാവുകളാണ്. ഒറവങ്കരക്കാവ്, കരകീൽക്കാവ്, കാപ്പാട്ടുകാവ്, കുട്ടിക്കരക്കാവ്, പാറമേൽക്കാവ്, പ്രമാഞ്ചേരിക്കാവ്, വല്ലാംകുളങ്ങരക്കാവ്, കക്കരക്കാവ്, പൂമാലക്കാവ്, കണങ്കാട്ടുകാവ്, മുച്ചിലോട്ടുകാവ്, തിരുവക്കാട്ടുകാവ് എന്നിങ്ങനെ മുഖ്യദേവതകളുടെ പേരുകളിലാണ് കാവുകൾ പലതും അറിയപ്പെടുന്നത്. മുണ്ടിയക്കാവ്, ഉർപ്പശിക്കാവ്, പാലാട്ടുകാവ്, അണ്ടലൂർക്കാവ്, ചാത്തമ്പള്ളിക്കാവ് എന്നിങ്ങനെ പുരുഷദൈവങ്ങൾക്ക് പ്രാമുഖ്യമുള്ള കാവുകളുമുണ്ട്. ഓരോ കാവിലും മുഖ്യദേവതയ്ക്ക് പുറമെ മറ്റനേകം ഉപദേവതകളും ഉണ്ടായിരിക്കും. ഒറ്റപ്പെട്ട കാവുകളാണ് കൂടുതലെങ്കിലും ചില ദേവതകളുടെ കാവുകൾ വിവിധ ഗ്രാമങ്ങളിലുണ്ടാകും. വാണിയ സമുദായക്കാരുടെ ആരാധനാലയമാണ് മുച്ചിലോട്ടുകാവുകൾ. മുച്ചിലോട്ട് ഭഗവതി എന്ന മുഖ്യദേവതയ്ക്ക് പുറമെ കണ്ണങ്കാട്ട് ഭഗവതി, പുലിയൂർ കാളി, പുലികണ്ഠൻ തുടങ്ങിയ ദേവതകളും ചില മുച്ചിലോട്ടുകാവുകൾ ഉണ്ടാകും. കരിവള്ളൂരിലാണ് ആദ്യ മുച്ചിലോട്ടുകാവ്. തൃക്കരിപ്പൂർ, കോറോം, കൊട്ടില, കവനശ്ശേരി, വളപട്ടണം, നമ്പ്രം, പെരുതണ, കരിച്ചാടി, അതിയാൽ, നീലേശ്വരം, കണ്ണാവൂർ, ക്ലായ്ക്കോട്, ചെറുവത്തൂർ, ചന്തേര, കാറമൽ, തായ്നേരി, പയ്യന്നൂർ, രാമന്തളി, എരമം, മാതമംഗലം, വെള്ളോറ, കുഞ്ഞിമംഗലം, കോക്കോട്, വെങ്ങര, അതിയടം, വെള്ളാവ്, കൂവേരി, തലോറ, കിയാട്ടൂർ, കുറുമാത്തൂർ, കല്യാശ്ശേരി, അരീക്കുളങ്ങര, എടക്കേപ്പുറം, ആറ്റടപ്പ, മുക്കത്ത് എന്നീ പ്രദേശങ്ങളിലും മുച്ചിലോട്ടുകാവുകളുണ്ട്. ആര്യ പൂമാല ഭഗവതിയുടെ ആരാധനാലയമാണ് പൂമാലക്കാവുകൾ. കുറുവന്തട്ട, മണിയറ, തലനേരി, രാമവില്യം, വയലപ്ര, വടക്കൻകൗവൽ തുടങ്ങിയ അനേകം സ്ഥലങ്ങളിൽ പൂമാലക്കാവുകൾ കാണാം. ഈ കാവുകളിൽ മറ്റ് അനേകം ദേവതകളെ കൂടി ആരാധിച്ചു പോരുന്നു. കേരളത്തിലെ യാദവ വംശജരെന്നു കരുതപ്പെടുന്ന മണിയാരന്മാരിൽ ഒരു വിഭാഗക്കാരായ എരുവാന്മാരുടെ ആരാധനാലയങ്ങളാണ് കണ്ണങ്കാട്ടുകാവുകൾ.